ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷികളാകുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. അത് നിങ്ങളുടെ പേരിന് ചേർന്ന പണിയല്ല. ഞങ്ങൾ ഇപ്രകാരമുള്ള ഭീഷണികളിൽ പതറി നിൽക്കുന്ന ഒരു സമൂഹമല്ല. കുരിശുമരണങ്ങൾ ഉത്ഥാനത്തിന്റെ നാന്ദിയാണ് എന്ന് ഞങ്ങളെ കുരിശിലേറ്റുന്നവര് അറിഞ്ഞിരിക്കുക. എത്ര ആഴത്തിൽ ആഞ്ഞടിക്കുന്നുവോ, എത്ര ക്രൂരമായി പീഡിപ്പിക്കുന്നുവോ, അത്ര കണ്ട് തീവ്രമായി ശക്തമായി ഈ ക്രൈസ്തവ വിശ്വാസം ഉടലെടുക്കും, ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, കാലം മാപ്പ് നൽകാത്ത കിരാതത്വമാണ് ഇവിടെ ഭരണകൂടം ചെയ്യുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല എന്നുകൂടി ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുക. രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ്. ഈ മതപരിവർത്തന നിരോധന നിയമം എന്നത് നമുക്കറിയാം, മതസ്വാതന്ത്ര്യ നിയമം എന്ന പേരില് 1930 മുതല് ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്ത് തന്നെ നിലവിലുണ്ടായിരുന്ന നിയമമാണ്. എന്നാൽ പിന്നീട് ഈ നിയമത്തെ പരിഷ്കരിച്ച സർക്കാരുകൾ ചെയ്തത് മത പരിവർത്തന നിരോധന നിയമം, അതിന് ഒരു വിശേഷണം നൽകി, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമെന്ന്. നിർബന്ധിച്ച് ആരെയും മതം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നതില് ഒന്നാമത് നിൽക്കുന്നത് ക്രൈസ്തവ സമൂഹമായിരിക്കും എന്ന കാര്യത്തില് ആർക്കും ഒരു തർക്കവും വേണ്ട. കാരണം ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് ഇന്നേ വരെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല, നടത്തുകയുമില്ല. ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി അയാളുടെ മതപരിവർത്തനത്തിന് വേണ്ടി ആരെങ്കിലും തുരിഞ്ഞിറങ്ങിയാല് അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് ചിന്തിക്കാൻ തക്ക വിവേകം ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർക്കുണ്ട്. ക്രൈസ്തവ മിഷണറിമാര് മുഴുവനും മതപരിവർത്തനം നടത്തുകയാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പോകുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ 1947 ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലത്ത് ഈ ഭാരതത്തിന്റെ ക്രൈസ്തവ ജനസംഖ്യ അനുപാതം എന്ന് പറയുന്നത് കേവലം 2.6% നിങ്ങൾ ആരോപിക്കുന്ന ഈ 70 കൊല്ലത്തിലേറെ നീണ്ട മതപരിവർത്തനത്തിലൂടെ ഈ രാജ്യത്തെ ക്രൈസ്തവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കേണ്ടതായിരുന്നില്ലേ? ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകള് BJP സർക്കാർ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കണക്കിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ ശതമാനം പറയുന്നത് 2.4%. അതായത് ഈ നിർബന്ധിതമോ അല്ലാത്തതോ ആയ മതപരിവർത്തനം ഈ രാജ്യത്ത് നടക്കുന്നില്ല എന്ന് സർക്കാരിന്റെ തന്നെ സ്ഥിതിവിവര കണക്കുകൾ പച്ചയായി വെളിപ്പെടുത്തുമ്പോഴും ഈ തിരുവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളെയും വൈദികരെയും അധിക്ഷേപിക്കാനും കയ്യേറ്റം ചെയ്യാനും ഈ സാമൂഹ്യ വിരുദ്ധർക്ക് വേദിയൊരുക്കാൻ വേണ്ടിയല്ലേ ഇന്നാട്ടില് മതപരിവർത്തന നിരോധന നിയമം എന്ന കിരാത നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ന്യൂനപക്ഷങ്ങളായ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അതിനുള്ള ആർജവത്വം ഞങ്ങൾക്കുണ്ട്. അത് ഏതെങ്കിലും ഒരു സംഘടനാ നേതാവിന്റെ ഭീഷണിക്ക് മുമ്പിൽ പിൻവലിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് ഏറെ സ്നേഹപൂർവ്വം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിർബന്ധിത മതപരിവർത്തനം ആരും നടത്തേണ്ടതില്ല. പക്ഷേ ഈ മതപരിവർത്തനം എന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ നിയമങ്ങളുടെ പേരിൽ ഇത്തരം നിയമങ്ങൾ നിർമ്മിച്ച സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അകാരണമായി വേട്ടയാടപ്പെടുകയാണ് എന്ന് മാത്രമല്ല, ഈ മതപരിവർത്തനത്തിന്റെ പുകമറ സൃഷ്ടിക്കാൻ തക്ക വിധത്തില് സാമൂഹ്യ വിരുദ്ധരും
അതുപോലെ തന്നെ മതതീവ്രവാദികളുമായ ഏതാനും സംഘടനകളെ അഴിഞ്ഞാടാൻ ഭരണകൂടങ്ങൾ അനുവദിക്കുന്ന സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്. അതുകൊണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയും ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം എന്നതുണ്ട്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തെ പ്രചരിപ്പിക്കാൻ, ആ മതത്തെ കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് ഇപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാൻ ഇടവരുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങള്. ഈ നിയമങ്ങൾ ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി ബോധപൂർവം നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ്. ഈ നിയമത്തിന്റെ ചുവട് പിടിച്ചാണ്, ഇതിന്റെ പിൻബലത്തിലാണ് ഇപ്രകാരമുള്ള കാപാലികരും സാമൂഹ്യ വിരുദ്ധരുമായവര് തിരുവസ്ത്രം ധരിച്ചവരുടെ കരണത്തടിക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ കയറി പോലും അവരെ ചോദ്യം ചെയ്യുന്നതുമായ സാഹചര്യം. ഇവരെ അറസ്റ്റ് ചെയ്താല് അറസ്റ്റ് ചെയ്യണമെന്ന് കൽപ്പിക്കുന്നത് ഈ സാമൂഹ്യ വിരുദ്ധ സംഘടനകള്. ഏതെല്ലാം വകുപ്പുകൾ അവർക്കെതിരെ ചാർത്തണമെന്ന് തീട്ടൂരമിറക്കുന്നതും ഈ സംഘടനകളാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം കടന്നു പോകുന്നത് എത്രയോ വന്യമായ നിയമവ്യവസ്ഥിതി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് എന്ന് നാം തിരിച്ചറിയണം. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രി ആദരണീയനായ ശ്രീ അമിത്ഷാ ഇന്നലെ നമുക്ക് ആശ്വാസത്തിന്റെ വാർത്ത പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഈ കേസിൽ ഒരിക്കലും ഇടപെടില്ല എന്ന് മാത്രമല്ല, ഈ ജാമ്യ ഹർജിയെ എതിർക്കുന്ന ഒരു നിലപാടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ല. അമിത്ഷായുടെ വാക്കുകൾ നമുക്ക് അമിതമായ ആശ്വാസം പകർന്ന വാക്കുകളായിരുന്നു. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് നാം കാണുകയാണ്. NIA കോടതിയുടെ വിചാരണയില് സംസ്ഥാന സർക്കാരിന്റെ വക്കീലാണ്, ഗവൺമെന്റ് പ്ലീഡറാണ് എഴുന്നേറ്റ് നിന്ന് പറയുക, ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല, ജാമ്യം കൊടുക്കാൻ പാടില്ലാത്ത വിധം ഇവരെ ജാമ്യമില്ലാ വകുപ്പിൽപ്പെട്ട കുറ്റങ്ങൾ ചെയ്തു. എന്താണ്? ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ 2 സഹോദരങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി കന്യാസ്ത്രീ അമ്മമാര് പോകുന്നത് എങ്ങനെയാണ് കുറ്റകരമാകുന്നത്? പ്രായപൂർത്തിയായവര് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആഗ്രയിലേക്ക് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ക്രിമിനൽ കുറ്റമാകുന്നത്? ഇത് ഛത്തീസ്ഗഡ് ഇന്ത്യ മഹാരാജ്യത്തിലല്ലേ? ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല. ഈ കന്യാസ്ത്രീകൾക്കെതിരായ നിയമം കടുപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് ചോദിച്ചപ്പോൾ ഈ ഉത്തരവാദപ്പെട്ട കക്ഷികൾ പറഞ്ഞു, ഞങ്ങൾ ക്രൈസ്തവരാണ്, ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിന്റെ ഒപ്പം കൂടുതൽ മാന്യമായ ശമ്പളം കിട്ടുന്ന ജോലിക്ക് വേണ്ടി പോവുകയാണ്. പക്ഷേ അവരുടെ കരണത്തടിച്ചുകൊണ്ട് ബജരംഗ് ദളിന്റെ പ്രാദേശിക നേതാവ് മൊഴി മാറ്റി പറയാൻ ആവശ്യപ്പെട്ടു. വീണ്ടും വീണ്ടും അവരുടെ കരണത്തടിക്കുന്നത് കണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉപദ്രവം നേരിടേണ്ടതില്ല, ഞങ്ങൾ ഏത് സഹനത്തിനും തയ്യാറാണ്, നിങ്ങൾ അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ആക്രമണത്തിന് ഇരയാകേണ്ടതില്ല. ഈ പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മമാരുടെ ജീവിതത്തിന്റെ നന്മയാണ് വാസ്തവത്തിൽ അവർക്കെതിരായി മൊഴി മാറ്റി പറയാൻ ഈ സാഹചര്യം സൃഷ്ടിച്ചത് എന്നുകൂടി തിരിച്ചറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഭരണകൂടം തെറ്റ് ചെയ്താല് അത് തെറ്റാണെന്ന് പറയാൻ നമ്മൾ തെരുവിലിറങ്ങുന്നതിനെ അധിക്ഷേപിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളില്
ഇത്തരം പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾ ശക്തിപ്പെടുന്നു. ചില ക്രൈസ്തവ നേതാക്കളും നിക്ഷിപ്ത താല്പര്യമുള്ള ക്രൈസ്തവ സംഘടനകളും ഇതിന് പിന്തുണ കൊടുത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദയനീയാവസ്ഥയാണ് തോന്നുക. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, അല്ലയോ സഹോദരങ്ങളെ, ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷികളാകുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. അത് നിങ്ങളുടെ പേരിന് ചേർന്ന പണിയല്ല എന്ന് മാത്രം ഓർത്തിരിക്കുക. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയല്ല ഞങ്ങൾ സംസാരിക്കുന്നതും ഞങ്ങൾ പ്രവർത്തിക്കുന്നതും. ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന കാര്യം ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വീണ്ടും നാം മനസ്സിലാക്കുക, ഈ സിസ്റ്റേഴ്സ് ചെയ്ത ജാമ്യമില്ലാത്ത കുറ്റമെന്ത് എന്ന് ചോദിച്ചാൽ, അക്ഷരമറിയാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നത്, ചികിത്സയ്ക്ക് വഴികളേതുമില്ലാത്ത, വികസനത്തിന്റെ 4 അയൽവക്കത്ത് പോലും എത്താത്ത ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് അവർക്ക് രോഗാവസ്ഥകളിൽ സാന്ത്വനവും മരുന്നും നൽകുന്നത്, അവരെ വിദ്യ അഭ്യസിപ്പിക്കുന്നത്, അവരെ കൂലി കൊടുക്കാതെ നിർദാക്ഷിണ്യം അടിമകളായി പണിയെടുപ്പിക്കുന്ന ജമീന്ദാർമാരുടെ അല്ലെങ്കിൽ ഭരണകക്ഷികളുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വരേണ്യവർഗക്കാരുടെ അടിമകളായിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ജോലി ചെയ്താൽ കൂലിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ് എങ്കിൽ, ഈ തിരുവസ്ത്രം ധരിച്ച് നടക്കുന്നത് ഈ രാജ്യത്ത് ജാമ്യമില്ലാത്ത കുറ്റമാണ് എങ്കിൽ, സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ജാമ്യമില്ലാത്ത കുറ്റം ചെയ്യാന് ഈ സമർപ്പിതരും തിരുവസ്ത്രം ധരിച്ച സകല മനുഷ്യരും നിങ്ങളെ ഭയപ്പെടാതെ, നിങ്ങളുടെ കിരാതമായ നിയമങ്ങളെ ഭയപ്പെടാതെ സൂര്യനുള്ള കാലത്തോളം ഞങ്ങളും ഞങ്ങളുടെ പിൻഗാമികളും ഈ രാജ്യത്ത് സുവിശേഷത്തിന്റെ വക്താക്കളായിട്ട്, ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് ഉണ്ടാകുമെന്നത് മറക്കരുത്. കാരണം ഞങ്ങൾ ഇപ്രകാരമുള്ള ഭീഷണികളിൽ പതറി നിൽക്കുന്ന ഒരു സമൂഹമല്ല. നിങ്ങളെക്കാളും വലിയ ശക്തരായ, സൂര്യനസ്തമിക്കാത്ത റോമാ സാമ്രാജ്യത്തിന്റെ മതമർദ്ദനത്തെ അതിജീവിച്ചവരാണ് ക്രൈസ്തവര്. ഓർക്കുക, ഈ ക്രിസ്ത്യാനികളെ വിളക്കുകാലുകളായി എണ്ണത്തുടി ചുറ്റി ജീവനോടെ കത്തിച്ചു നിർത്തിയ റോമിന്റെ തെരുവീഥികള് ചരിത്രത്തിന്റെ ഭാഗമാണ്. ക്രിസ്ത്യാനികളെ ജീവനോടെ തൊലിയുരിഞ്ഞ് എടുക്കുവാൻ, അവരുടെ കാലുകൾ കുതിരക്കാലുകളിൽ കെട്ടി വലിച്ചു കീറാൻ കിരാതമായ മാർഗങ്ങൾ റോമൻ ചക്രവർത്തിമാര് അനുവർത്തിച്ചിരുന്നു. പക്ഷേ ഏതൊരു മണ്ണിലാണോ ക്രിസ്ത്യാനിയുടെ രക്തം വീണ് കുതിർന്നത്, ആ റോമിന്റെ തെരുവീഥികളെന്ന് പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പ പാദമൂന്നുന്ന മണ്ണാണ് എങ്കിൽ, എല്ലാ രക്തസാക്ഷിത്വവും പ്രിയപ്പെട്ടവരെ വിജയിക്കാനുള്ളതാണ്. കുരിശുമരണങ്ങൾ ഉത്ഥാനത്തിന്റെ നാന്ദിയാണ് എന്ന് ഞങ്ങളെ കുരിശിലേറ്റുന്നവര് അറിഞ്ഞിരിക്കുക. എത്ര ആഴത്തിൽ ആഞ്ഞടിക്കുന്നുവോ, എത്ര ക്രൂരമായി പീഡിപ്പിക്കുന്നുവോ, അത്ര കണ്ട് തീവ്രമായി ശക്തമായി ഈ ക്രൈസ്തവ വിശ്വാസം ഉടലെടുക്കും, ശക്തി പ്രാപിക്കും. റാണി മരിയ എന്ന പാവപ്പെട്ട കന്യാസ്ത്രീയെ ഇതേ വ്യക്തിത്വങ്ങൾ തന്നെയാണ് നിഷ്ഠൂരമായി കൊല ചെയ്തത്. ആ കൊലപാതകം നടത്തിയ ഗ്രാമത്തിൽ ആ കൊല നടത്തിയ വ്യക്തി തന്നെ ഇന്ന് ക്രിസ്തു മാർഗത്തിലേക്ക് വന്നുവെങ്കിൽ, ഇന്നത്തെ പീഡകരെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ കാണിക്കുന്നത് അബദ്ധമാണ്. കാരണം പീഡിപ്പിക്കും തോറും ശക്തമാകുന്ന
ആത്യന്തികമായ ആന്തരിക ശക്തിയുള്ള വിശ്വാസമാണ് ഈ ക്രൈസ്തവ വിശ്വാസം എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഞങ്ങളാരും നിങ്ങളെ തിരിച്ചടിക്കാൻ വരില്ല, ഞങ്ങളാരും നിങ്ങളെ ആക്രമിക്കാൻ വരില്ല. ഞങ്ങളെ ആക്രമിക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് ഞങ്ങളാരും ഗൂഢമായി ചിന്തിക്കുന്നില്ല. മറിച്ച് ഞങ്ങൾ സുവിശേഷത്തിന്റെ ക്ഷമയുടെ പാതയിൽ മാത്രമാണ് എക്കാലവും നീങ്ങുന്നത് എന്ന് സത്യമോർക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചിട്ടും സംസ്ഥാന സർക്കാർ ആ നിലപാടിനൊപ്പം നിൽക്കുന്നില്ല എങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാന സർക്കാരിനോ ആ സർക്കാരിന്റെ ഒപ്പം നിൽക്കുന്നവർക്കോ ഏതോ നിക്ഷിപ്ത താല്പര്യമുണ്ട്. അവര് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കാറ്റിൽ പറത്തുവാൻ ബോധപൂർവം ശ്രമം നടത്തുന്നു എന്നല്ലേ അർത്ഥം? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് ആശ്വാസകരമായി എങ്കിൽ അത് വിശ്വാസയോഗ്യതയുള്ളതാകണമെങ്കിൽ ഈ സംസ്ഥാന സർക്കാരില് ആഭ്യന്തരമന്ത്രിയുടെ നിലപാടിനെതിരായ